എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ക്യാപ്സ്യൂൾ സീരീസ്. നമ്മൾ ഇന്ന് +1 കമ്പ്യൂട്ടർ സയൻസിലെ ചാപ്റ്റർ 5 ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കാൻ പോണത്. ഓക്കെ, അപ്പൊ ആ പേര് തന്നെ എന്ത്? ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്. നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അതിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഭാഗത്ത് വരുന്ന കേട്ടോ. അപ്പൊ നമുക്കതില് ആദ്യം തന്നെ പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് ക്യാരക്ടർ സെറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാരക്ടർ സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങള് ചെറിയ ക്ലാസ്സിലൊക്കെ ഒരു ലാംഗ്വേജ് പഠിക്കാൻ പോകുന്നത് C++ എന്ന് പറഞ്ഞ ലാംഗ്വേജാണ്. ഓക്കെ, നമുക്ക് അതിന് മുന്നേ ഇപ്പൊ നമ്മൾ പണ്ട് കുഞ്ഞിലെ മലയാളം പഠിക്കാൻ പോയിരുന്നു ടീച്ചർ. ആ മലയാളം പഠിക്കുമ്പോൾ ആദ്യം നമുക്ക് ഒരു വായിക്കാനൊക്കെയാണ് പഠിച്ചത്? അല്ല, ആദ്യം നമ്മൾ ആ ഇ ഈ ഉ അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ലെറ്റേഴ്സുമാണ്, അക്ഷരമാലയാണല്ലേ ആദ്യം പഠിച്ചത്. അതുപോലെ തന്നെ C++ന്റെ ഉള്ളിലും ഓരോരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ ക്യാരക്ടേഴ്സിനെ എല്ലാവരെയും കൂടി ഒന്നിച്ച് വെച്ചേക്കുന്നതാണ് എന്തിന്റെ ഉള്ളിൽ? ക്യാരക്ടർ സെറ്റിന്റെ ഉള്ളില്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സെറ്റ് ഓഫ് വാലിഡ് ക്യാരക്ടേഴ്സ് ഓഫ് C++. ഇതെന്താ? ക്യാരക്ടർ സെറ്റ്, സെറ്റ് ഓഫ് വാലിഡ് ക്യാരക്ടേഴ്സ് ഓഫ് C++. C++ന്റെ ഉള്ളിലത്തെ വാലിഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനാണ് നമ്മൾ എന്ത് പറയാ? ക്യാരക്ടർ സെറ്റ് എന്ന് പറയാ. ഇത് കൺസിസ്റ്റ് ഓഫ്, അതിൽ എന്തൊക്കെയുണ്ട്? A2 ലെറ്റേഴ്സ് ഉണ്ട്. ലെറ്റേഴ്സ് എവിടെ വരെയാണ്? A to Z വരെയുള്ള ലെറ്റേഴ്സ് ഉണ്ട്. ഡിജിറ്റ്സ് ഉണ്ട്. എവിടെ വരെ? 0 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റ്സ് ഉണ്ട്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, സ്പെഷ്യൽ സിംബൽസ് ഉണ്ട്. പിന്നെ വൈറ്റ് സ്പേസ് ഉണ്ട്. ഇതൊന്നും നോക്കലേട്ടോ മക്കളെ. വൈറ്റ് സ്പേസ് ഉണ്ട്, അതായത് ഇപ്പൊ ഇതിന്റെയും ഇടയിലുള്ള സ്പേസ് ഇല്ലേ, ഇതിനാണ് നമ്മൾ എന്ത് പറയാ? വൈറ്റ് സ്പേസ് എന്ന് പറയാ. പിന്നുള്ളത് other 256 ASCII ക്യാരക്ടേഴ്സ്. കുറച്ച് ASCII ക്യാരക്ടേഴ്സും ഉണ്ട്. നമ്മൾ ASCII ആദ്യം പഠിച്ചത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ്. അതിനുള്ളിലത്തെ 256 ക്യാരക്ടേഴ്സും ഉണ്ട് എന്തിന്റെ ഉള്ളില്? ക്യാരക്ടർ സെറ്റിന്റെ ഉള്ളില്. ഇത്രയും ആൾക്കാരുള്ള ഒരു സെറ്റ് ആണ് നമ്മളെ ക്യാരക്ടർ സെറ്റ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോക്കൺസ് ആണ്. ഓക്കെ, ടോക്കൺസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടോക്കൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് C++ന്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയാം. ഞാൻ C++ന് ഉണ്ടാക്കിയിരിക്കണം ചെറിയ ചെറിയ ബ്ലോക്സ്. ഓക്കെ, ഇതെന്റെ C++ ആണെന്ന ഈ ഓരോ ബ്ലോക്കിനെ നമുക്ക് എന്ത് വിളിക്കാം? ടോക്കൺസ് എന്ന് പറയാം. സോ എന്ത് പറയാം? ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് C++ പ്രോഗ്രാം. C++ പ്രോഗ്രാമിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്കുകളെയാണ് നമ്മൾ എന്ത് പറയാ? ടോക്കൺസ് എന്ന് പറയാ. ടോക്കൺസിന്റെ വേറെ പേരാണ് ലെക്സിക്കൽ യൂണിറ്റ്സ് എന്നാണ്. ലെക്സിക്കൽ യൂണിറ്റ്സ്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ടോക്കൺസ് ആണ് കേട്ടോ. ടോക്കൺസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് ടോക്കൺസ് കുറച്ചധികം പഠിക്കാനുണ്ട്. കുറച്ചധികം മീൻസ് അപ്പൊ നമുക്കൊരു കോഡ് വെച്ച് പഠിക്കാം. നിങ്ങൾ ആലോചിക്കേണ്ടത് ലാസ്റ്റ് പറഞ്ഞ ടീച്ചർ ഇപ്പൊ പഠിക്കട്ടെ. ടോക്കൺസ് അതിൽ ആദ്യത്തേന്ന് കീവേഡ്. ഫസ്റ്റ് ടോക്കൺ ആണ് നമ്മളുടെ കീവേഡ്. കീവേഡ് നമുക്ക് റിസർവ്ഡ് വേർഡ് എന്ന് വിളിക്കാം. അതായത് ഓരോ വേർഡ്സിനും കമ്പ്യൂട്ടർ ഓരോരോ മീനിങ്സ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഓൾറെഡി കൊടുത്തു വെച്ച വേർഡ്സിനാണ് നമ്മൾ എന്ത് പറയാ? കീവേഡ്സ് എന്ന് പറയാം. അതായത് റിസർവ്ഡ് ആയിക്കോളൂ. ഇപ്പൊ എക്സാമ്പിൾ ഫ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡെസിമൽ പാർട്ട് പോയിന്റ് ഉള്ള നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയാ? ഫ്ലോട്ട് എന്ന് പറയാ. അതതിന്റെ മീനിങ് ആണ്. ഓൾറെഡി അതിനുള്ളിൽ റിസർവ് ചെയ്ത് വെച്ചേക്കാണ് ആ മീനിങ്. അങ്ങനെയുള്ള വേർഡ്സിനാണ് നമ്മൾ എന്ത് പറയാ? കീവേഡ്സ് എന്ന് പറയാ. അല്ലെങ്കിൽ ഇപ്പൊ ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബ്രേക്ക്, ഒരു ലൂപ്പിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത്, സ്വിച്ചിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് ആരും യൂസ് ചെയ്യാം? ബ്രേക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു കൊടുത്ത് വെച്ചേക്കാം, റിസർവ് ചെയ്ത് വെച്ചേക്കാം അതിന്റെ മീനിങ് ഓൾറെഡി. അങ്ങനത്തെ വേർഡ്സ് നമുക്ക് എന്ത് വിളിക്കാം? കീവേഡ്സ് എന്ന് വിളിക്കാം. എന്താ? റിസർവ്ഡ് വേർഡ്സ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാ? ദേ കൺവേ സ്പെസിഫിക് മീനിങ് ടു ദ കമ്പൈലർ. കമ്പൈലറിന് അവർ എന്ത് കൊടുക്കും? ഓരോരോ സ്പെസിഫിക് മീനിങ് കൊടുക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കീവേഡ്സ് എപ്പോഴും സ്മോൾ ലെറ്റേഴ്സ് വെച്ചായിക്കോളൂ. ഇവിടെ നോക്കി എക്സാമ്പിൾ ഫ്ലോട്ട്, ഇഫ്, ബ്രേക്ക്, സ്വിച്ച്. അടുത്തത് ഐഡന്റിഫയേഴ്സ് ആണ്. ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് വേർഡ്സ്. എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു പ്രോഗ്രാം ഉണ്ടാക്കണം. എനിക്ക് 2 നമ്പേഴ്സിന്റെ സമ്മ കാണാനാണ് ഉണ്ടാക്കണം. ഒരു നമ്പറിന് ഞാൻ A എന്ന് വിളിച്ച്, അടുത്ത നമ്പറിന് ഞാൻ B എന്ന് വിളിച്ച്. ഇതിന് രണ്ടിനും എനിക്ക് ഐഡന്റിഫയർ ആയിട്ട് പറയാം. കാരണം എന്താ? ഇത് ഞാൻ കൊടുത്ത പേരാണ്. ഒരു നമ്പറിന് A എന്നും ഒരു നമ്പറിന് B എന്നും ഞാൻ കൊടുത്ത പേരാണ്. ഞാനാണ് ഇവിടുത്തെ യൂസർ. സോ ഇത് നമുക്ക് ഐഡന്റിഫയേഴ്സ് എന്നാണ്. യൂസർ ഡിഫൈൻഡ്
വേർഡ്സ് ആണ്. നെയിംസ് ഗിവൺ ടു ഡിഫറെന്റ് പ്രോഗ്രാം എലമെന്റ്സ്. ഓരോ പ്രോഗ്രാം എലമെന്റ്സിനും നമ്മ കൊടുക്കേണ്ട പേരാണ് എന്ത്? ഐഡന്റിഫയേഴ്സ്. അതിൽ വരുന്നതാണ് വേരിയബിൾ. നെയിംസ് ഗിവൺ ടു ദ മെമ്മറി ലൊക്കേഷൻ. ഒരു മെമ്മറി ലൊക്കേഷന് ഞാൻ എന്തെങ്കിലും ഒരു പേര് കൊടുക്കണം, അതിന്റെ പേരാണ് എന്ത്? വേരിയബിൾ. അടുത്ത ലേബൽ. നെയിംസ് ഗിവൺ ടു എ സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുക്കുന്ന പേരിന് എന്ത് വിളിക്കാം? ലേബൽ. ഫംഗ്ഷൻ നെയിം. നെയിംസ് ഗിവൺ ടു എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനോ ഞാൻ ഒരു പേര് കൊടുത്തതിന് എന്ത് വിളിക്കാം? ഫംഗ്ഷൻ നെയിം. അടുത്തത് റൂൾസ് ഫോർ ഫോമിങ് ഐഡന്റിഫയേഴ്സ്. നമ്മ പറഞ്ഞു ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞാല് യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ആണ്, നമ്മ പറഞ്ഞു കൊടുക്കുന്ന വേർഡ്സ് ആണ്. അപ്പൊ നമുക്ക് വെറുതെ നമ്മളെ ഇഷ്ടത്തിനൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. നമ്മൾ ഈ പേരിടുമ്പോൾ നമ്മ പാലിക്കേണ്ട കുറച്ച് എന്തുണ്ട്? റൂൾസ് ഉണ്ട്. അപ്പൊ നോക്കിയാലോ, ഐഡന്റിഫയർ ഈസ് എ സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. ഐഡന്റിഫയർ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണുള്ളത്? ലെറ്റേഴ്സ് ഉണ്ട്, ഡിജിറ്റ്സ് ഉണ്ട്, അണ്ടർസ്കോർ ഉണ്ട്. ഇത്രയും ആൾക്കാർ മാത്രം വരാൻ പാടുള്ളൂ, വേറെ ആരും ഇതിനുള്ളിൽ പാടില്ല കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക്. ഐഡന്റിഫയർ ഈസ് എ സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ് നമ്മൾ പറഞ്ഞു. അടുത്ത പോയിന്റ്, ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ലെറ്റർ ഓർ അണ്ടർസ്കോർ. നമ്മൾ പേരിടുമ്പോൾ ആദ്യത്തെ ലെറ്റർ എപ്പോഴും എന്തായിരിക്കണം? ഒന്നില്ലെങ്കിൽ ലെറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അണ്ടർസ്കോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആരെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല? ഡിജിറ്റ്സ് അല്ലെങ്കിൽ വേറെ വല്ല സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അടുത്ത പോയിന്റ്, കീവേഡ്സ് ആർ നോട്ട് യൂസ്ഡ് ആസ് ഐഡന്റിഫയേഴ്സ്. കീവേഡ്സ് എന്ത് ചെയ്യാൻ പാടില്ല? ഐഡന്റിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആൻഡ് വൈറ്റ് സ്പേസ് cannot be used. സ്പെഷ്യൽ ക്യാരക്ടേഴ്സും എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഹാഷ്, കേളി ബ്രാക്കറ്റ്, ഇതൊക്കെ എന്താ? സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണല്ലേ. ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ വൈറ്റ് സ്പേസും യൂസ് ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന സ്കോർ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി സ്കോർ 1, നമ്മ വന്ന ആദ്യം ഡിജിറ്റ് വരാൻ പാടില്ല എന്നുള്ളൂ, അവസാനം വരുന്നോണ്ട് കുഴപ്പമുണ്ടാവില്ല, ഇടയെ വരുന്നോണ്ട് കുഴപ്പമുണ്ടാവില്ല. സ്കോർ അണ്ടർസ്കോർ 1, അണ്ടർസ്കോർ യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അടുത്തത് നോക്കിയേ, ഇന്റ്. നമ്മ പഠിച്ചിരുന്നു എന്ത്? കീവേഡ്സ് ആർ നോട്ട് യൂസ്ഡ് ആസ് ഐഡന്റിഫയേഴ്സ്. കീവേഡ്സ് ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലാന്ന്. ഇന്റ് ഒരു കീവേഡ് അല്ലേ? ആണ്. ഇത് നേരത്തെ പറഞ്ഞിരുന്നു കീവേഡ്സ് എപ്പോഴും സ്മോൾ ലെറ്റേഴ്സിന് മാത്രം എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ ഇത് സ്മോൾ ലെറ്ററിലാണ് എഴുതിയേക്കണത്, അല്ല അല്ലെ? അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല? കീവേഡ് അല്ല. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇത് എന്താക്കാം? നമുക്ക് ഐഡന്റിഫയർ ആക്കാം. ഇനി അടുത്തത് ലിറ്ററൽസ് ആണ്. ലിറ്ററൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കമ്പ്യൂട്ടറിനുള്ളിൽ യൂസ് ചെയ്യണം ഓരോ കോൺസ്റ്റൻസിനാണ് നമ്മൾ എന്താ പറയാ? ഒരു കോൺസ്റ്റൻസ് പറഞ്ഞാൽ എന്താ? അവരുടെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ആവില്ല. എക്സിക്യൂഷൻ കഴിഞ്ഞ് വന്നാലും വാല്യൂസ് ചേഞ്ച് ആവാത്തവരെയാണ് നമ്മൾ എന്ത് പറയാ? ലിറ്ററൽസ് അഥവാ കോൺസ്റ്റൻസ് എന്ന് പറയാ. അതെന്താ? കോൺസ്റ്റന്റ് വാല്യൂസ് യൂസ്ഡ് ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിലത്തെ കോൺസ്റ്റന്റ് വാല്യൂസിനാണ് നമ്മൾ എന്ത് പറയാ? ലിറ്ററൽസ് എന്ന് പറയാ. ലിറ്ററൽസിന്റെ ക്ലാസിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിക്കണം. അതിൽ ആദ്യത്തേതാണ് ഇന്റീജർ ലിറ്ററൽ. ഇന്റീജർ ലിറ്ററൽ എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സ് ആയിക്കോളൂ, പോയിന്റ് വരാത്ത നമ്പേഴ്സ് ആയിക്കോളൂ, നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം, എന്ത് പാടില്ല? പോയിന്റ് പാടില്ല എന്നുള്ളൂ. ഇനി അത് ഫ്ലോട്ടിംഗ് ലിറ്ററൽസ്. കോൺസ്റ്റൻസ് ഹാവ് ഫ്രാക്ഷണൽ പാർട്ട്, അതായത് പോയിന്റ് വരണ നമ്പേഴ്സ് ആണ് നമുക്ക് എന്ത് വിളിക്കാം? അതിനാ ഫ്ലോട്ടിംഗ് എന്ന് വിളിക്കാം. അത് ക്യാരക്ടർ ലിറ്ററൽ. ഈ ക്യാരക്ടർ ലിറ്ററലും സ്ട്രിംഗ് ലിറ്ററലിന്റെ ഡിഫറൻസ് എപ്പോഴും ചോദിക്കും കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ക്യാരക്ടർ ലിറ്ററൽ എന്ന് പറഞ്ഞാല് എ ക്യാരക്ടർ സിംഗിൾ കോഡ്, ഒരൊറ്റ ഒരാള് സിംഗിൾ കോഡിനുള്ള. എക്സാമ്പിൾ നോക്കിയേ, എ എന്നിട്ടിട്ട് ഒരു സിംഗിൾ കോഡിനുള്ളിൽ, 8 സിംഗിൾ കോഡിനുള്ളിൽ, ഒരൊറ്റ ഒരാൾ എന്തിന്റെ ഉള്ളിലായിക്കൊള്ളൂ? സിംഗിൾ കോഡിന്റെ ഉള്ളിലാണ്. നമുക്ക് എന്ത് വിളിക്കാം? ക്യാരക്ടർ ലിറ്ററൽ എന്ന് വിളിക്കാം. അടുത്തത് ഇവിടെ നിൽക്കട്ടെ, സ്ട്രിംഗ് ലിറ്ററൽ നോക്കാം. 1 or more characters within double quotes. ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ ആൾക്കാര് ഡബിൾ കോഡ്സിന്റെ ഉള്ളിലാണ് നമുക്ക് അതിനെ എന്ത് വിളിക്കാം? സ്ട്രിംഗ് ലിറ്ററൽസ് എന്ന് വിളിക്കാം. ഒരൊറ്റ ഒരാളാക്കിട എന്തായാ മതി? ഡബിൾ കോഡ്സ് ആയാൽ മതി. അപ്പൊ ഇതെന്തായി? സ്ട്രിംഗ് ലിറ്ററൽ ആയി. കുറെ ആൾക്കാർ വന്നാലും കുഴപ്പമില്ല, ഡബിൾ കോഡ്സ് ആയാൽ മതി, അതെന്തായി? സ്ട്രിംഗ് ലിറ്ററൽ ആയി. ഇനി ഇങ്ങനെ സിംഗിൾ കോഡിൽ എഴുതി എന്ത് വിളിക്കാം? ക്യാരക്ടർ ലിറ്ററൽ എന്ന് വിളിക്കാം. സിംഗിൾ കോഡിന്റെ ഉള്ളിൽ നമുക്ക് സ്കോർ എന്ന് എഴുതാൻ പറ്റുമോ? പറ്റൂല. കുറെ ആൾക്കാർ എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് തന്നെ വേണം? ഡബിൾ കോഡ്സ് തന്നെ വേണം. ഓക്കെ, അത് എസ്കേപ്പ് സീക്വൻസ്. എസ്കേപ്പ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ഗ്രാഫിക് സിമ്പിൾസ്, അവർക്ക് ഗ്രാഫിക്കലി ഒരു ഉപകാരമില്ല. ഇപ്പൊ എക്സാമ്പിൾ എനിക്ക് ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് ഈ ലൈനിൽ ഇപ്പുറത്തോട്ട് എന്ത് ചെയ്യണം? ചാടി വരണം, നെക്സ്റ്റ് ലൈൻ ഒരു ലൈൻ സ്കിപ്പ് ചെയ്ത് വരണം. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ എസ്കേപ്പ് സീക്വൻസ് യൂസ് ചെയ്യാം. അവർക്ക് ഗ്രാഫിക്കലി ആയിട്ട് ഒരു കണക്ഷനും ഇല്ല, നോൺ ഗ്രാഫിക് സിമ്പിൾസ് ആണ്. അപ്പൊ എന്താ പറയാ? എസ്കേപ്പ് സീക്വൻസ് ആണ്
character constants, use it to represent non-graphic symbols. ഗ്രാഫിക്കലി ഒരു ഒന്നും വരണമൊന്നുമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെ യൂസ് ചെയ്യാം? എസ്കേപ്പ് സീക്വൻസ് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ടീച്ചർ ഒരു ഓപ്പറേഷൻ ഇവിടെ എഴുതാൻ പോകുന്നു, 5+4. ഓക്കെ, അതൊരു ഓപ്പറേഷൻ ആണ്. ഈ ഓപ്പറേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിമ്പൽ ഏതാണ്? പ്ലസ് അല്ലേ? അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാ. സോ സിംബൽസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ആൻ ഓപ്പറേഷൻ, ഒരു ഓപ്പറേഷന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിംബൽസിനാണ് നമ്മൾ എന്ത് വിളിക്കാം? ഓപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കാം. എക്സാമ്പിള് പ്ലസ് ഉണ്ട്, ലെസ് ദാൻ ഉണ്ട്, ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ആൻഡ് ഉണ്ട്, ഈ മൈനസ് കൊടുക്കുക, ഡിവിഷൻ കൊടുക്കുക, എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അടുത്തത് പങ്ക്ച്വേറ്റേഴ്സ് ആണ്. പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സിംബൽസ് യൂസ്ഡ് ഇൻ C++ പ്രോഗ്രാം. C++ പ്രോഗ്രാമിന്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സ്പെഷ്യൽ സിംബൽസ് ഉണ്ട്. ആ സിംബൽസിനാണ് എന്ത് പറയാ? പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയാ. എക്സാമ്പിൾ നോക്കിയാൽ ഹാഷ്, കേളി ബ്രാക്കറ്റ് ഉണ്ട്, സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, കേളി ബ്രാക്കറ്റിന്റെ ഓപ്പണിംഗ് കൊടുക്കുക, ക്ലോസിംഗ് കൊടുക്കുക, ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം? അല്ലെങ്കിൽ നമുക്ക് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഇതൊക്കെയാണ് എന്ത്? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഇല്ലട്ട മക്കളെ. ഇതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? പങ്ക്ച്വേറ്റേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പോർഷൻ നോക്കാം നമുക്ക്. അതാണ് IDE. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് IDE. ഇത്രേ ഉള്ളൂ. ഫുൾ ഫോം പഠിച്ചു വെക്കുക IDEയുടെ. എന്നാണ്? ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് എന്നാണ് എന്തിന്റെ ഫുൾ ഫോം? IDEയുടെ ഫുൾ ഫോം. വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പ്രോഗ്രാം ഒക്കെ എഴുതണ്ടേ? ഈ പ്രോഗ്രാം ഒക്കെ എഴുതാനും അതിനെ എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും ഉള്ളൊരു സ്പേസ്, ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. പ്രൊവൈഡ്സ് ഫെസിലിറ്റീസ് ഫോർ ടൈപ്പിംഗ്. നമുക്ക് പ്രോഗ്രാംസ് ടൈപ്പ് ചെയ്യാനും ടൈപ്പ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, സെർച്ച് ചെയ്യാം, കമ്പൈൽ ചെയ്യാം, ലിങ്ക് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം പ്രോഗ്രാം. ഇതിനൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് എന്ത്? IDE. ഇൻ ജീനി, നമ്മൾ ജീനിയിലാണ് ഇതൊക്കെ ചെയ്യാം. C++ പ്രോഗ്രാംസ് ആർ സേവ്ഡ് വിത്ത് .cpp. C++ പ്രോഗ്രാം നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ .cpp എന്ന് പറഞ്ഞൊരു സേവ് എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പൊ എന്താണ്? .cpp. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇത്രയുള്ള ചാപ്റ്റർ. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ടോക്കൺസ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം മക്കളെ? നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട ഒരു പേരാണ് പൊളിക്ക്. ഓക്കെ, പൊളിക്കിന്റെ P ഫോർ പങ്ക്ച്വേറ്റേഴ്സ്. ലാസ്റ്റ് പഠിച്ചത് ഓപ്പറേറ്റേഴ്സ്, ലിറ്ററൽസ്, ഐഡന്റിഫയേഴ്സ്, കീവേഡ്സ്. ഓക്കെ, അപ്പൊ ടോക്കൺസ് ആരൊക്കെയും ചോദിച്ചാൽ ഇവരെന്താ എഴുതി വെക്കേണ്ടത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. Some of the literals in C++ are given below. How do they differ? കുറച്ച് ലിറ്ററൽസ് നമുക്ക് ക്യാരക്ടർ ലിറ്ററൽ, സ്ട്രിംഗ് ലിറ്ററൽ ഒക്കെ പഠിച്ചിരുന്നു. അങ്ങനെ കുറച്ച് ലിറ്ററൽസ് കൊടുത്തിട്ടുണ്ട്. ഇവരെങ്ങനെയാണ് ഡിഫറെന്റ് ആവണം, ഇവരൊക്കെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചേക്കണം. ആദ്യത്തെ ആളെടുക്കുക 5. അതൊരു ഇൻഡീജർ ആണല്ലേ, അതൊക്കെ എന്ത് വിളിക്കാം? ഇന്റീജർ ലിറ്ററൽ എന്ന് വിളിക്കാം. അടുത്തത് ഒരൊറ്റൊരാള് സിംഗിൾ കോട്ടിന്റെ ഉള്ളിൽ, സിംഗിൾ കോട്ട് ആവുമ്പോ ക്യാരക്ടർ ലിറ്ററൽ. 5.0 പോയിന്റ് വന്ന എന്ത് ലിറ്ററൽ? ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ. ഈ ഡബിൾ കോട്സിനുള്ളിൽ വന്ന എന്ത് എഴുതാം? സ്ട്രിംഗ് ലിറ്ററൽ. അത്രയുള്ള നമ്മൾ പഠിച്ച കാര്യം എടുത്തെടുത്ത് എഴുതി വെക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, the following are some invalid identifiers, specify its reason. ഇവിടെ കൊടുത്തേക്കുള്ള കുറെ ആൾക്കാർ ഇൻവാലിഡ് ആണ്, ഐഡന്റിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല. അതിന്റെ റീസണും പറയണം. നമ്മൾ റൂൾസ് പഠിച്ചിരുന്നല്ലേ? എന്താ? സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് പറ്റൂല, വൈറ്റ് സ്പേസ് പറ്റൂല, കീവേഡ്സ് പറ്റൂല. ഇങ്ങനെ സ്റ്റാർട്ട് വിത്ത് എന്തായിരിക്കണം? ഇപ്പൊ ലെറ്റേഴ്സ് എല്ലാം അണ്ടർസ്കോർ ആയിരിക്കണം, ഡിജിറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ കുറച്ച് റൂൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, സം ഓഫ് ഡിജിറ്റ് പറ്റൂ. ഇത് കാണുമ്പോ തന്നെ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? അവര് വൈറ്റ് സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് സ്പേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഐഡന്റിഫയേഴ്സ് പറ്റൂല. അപ്പൊ A ഇൻവാലിഡ് ആണ്, യൂസ് ചെയ്യാൻ പറ്റൂല. അടുത്തത് 1 ഇയർ പറ്റുമോ? സ്റ്റാർട്ട് വിത്ത് ലെറ്റർ അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിക്കണം. 1 വെച്ച് പറ്റുമോ? പറ്റൂല. അപ്പൊ ഇതും ഇൻവാലിഡ് ആണ്. അടുത്തത് ഫസ്റ്റ് ഡോട്ട്. ഡോട്ടൊക്കെ എന്താ? ഡോട്ടൊക്കെ ഒരു സ്പെഷ്യൽ സിംബൽസ് ആണ്. സ്പെഷ്യൽ സിംബൽസ് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അതും Aയും പറ്റൂല, Bയും പറ്റൂല, Cയും പറ്റൂല. ഇനി അടുത്തത് 4 നമ്മൾ പറഞ്ഞിരുന്നു. 4 ഒരു കീവേഡ് ആണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ എങ്ങനെയിരിക്കണം? കീവേഡ്സ് എപ്പോഴും സ്മോൾ ലെറ്ററിൽ എഴുതിയാൽ എന്താ തന്നെയാണ്? കീവേഡ് തന്നെയാണ്. ഇവിടെ സ്മോൾ ലെറ്റർ ആണോ? അല്ല, ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ അതെന്തല്ല? കീവേഡ് അല്ല. അപ്പൊ ഇതെന്താണ്? വാലിഡ് ആണ്, ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവരൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല?
യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇൻവാലിഡ് ആണ്. സോ നമുക്ക് എന്ത് പറയാം, ABC are invalid. സം ഓഫ് ഡിജിറ്റ്സിൽ എന്താ പറ്റും പ്രശ്നം, വൈറ്റ് സ്പേസ് ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ എന്താ സ്റ്റാർട്ട് വിത്ത് ഡിജിറ്റ് ആണ്. ഫസ്റ്റ് ഡോട്ട് ചാനലിൽ എന്താ ഡോട്ട് ഉണ്ട്. അപ്പൊ എന്താ സ്പെഷ്യൽ ക്യാരക്ടർ അതിന്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റൂല. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇൻവാലിഡ് ഐഡന്റിഫയർ നെയിംസ് ഫ്രം ദ ഫോളോവിങ്. ഇതിനുള്ളിൽ നിന്ന് ഇൻവാലിഡ് ആയിട്ടുള്ള ഐഡന്റിഫയർ ആരൊക്കെയെന്നാണ്. A1 കുഴപ്പമുണ്ടോ, സ്റ്റാർട്ട് വിത്ത് ലെറ്റർ ആണ്, കുഴപ്പമില്ല, വൈറ്റ് സ്പേസ് ഒന്നുമില്ല. ഇനി DW ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് അണ്ടർസ്കോർ ആണ്, അല്ല ഇത് കുറച്ച് അടിയിലേക്ക് ഇറക്കി എഴുതിയാണ് കാര്യം എന്താക്ക, അണ്ടർസ്കോർ ആക്ക. ഇങ്ങനെ എഴുതിയത് എന്തല്ല, അണ്ടർസ്കോർ അല്ല, അതൊരു സ്പെഷ്യൽ ക്യാരക്ടർ ആണ്. സോ അതെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് 9 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് വരാൻ പാടില്ല, ഡിജിറ്റ് വരാൻ പാടില്ല. സോ ഇതെന്താണ്, ഇൻവാലിഡ് ആണ്. അടുത്തത് QWA, കുഴപ്പമില്ലല്ല, വൈറ്റ് സ്പേസ് ഒന്നുമില്ല, ലെറ്റേഴ്സ് മാത്രമുള്ള, സ്റ്റാർട്ട് വിത്ത് ലെറ്റർ ഒക്കെയാണ്. ഈ സെറ്റ് ഒരു ഡോളർ സിമ്പൽ, അതൊരു സ്പെഷ്യൽ ക്യാരക്ടർ ആണല്ലേ, സ്പെഷ്യൽ ക്യാരക്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല, അത് പറ്റൂല. AAAL ഒരു കുഴപ്പമില്ല. 8C നമ്മൾ പറഞ്ഞ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിക്കണം. ഇവിടെ എന്ത് വെച്ചാ സ്റ്റാർട്ട് ചെയ്ത, ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത, അപ്പൊ അത് പറ്റൂല, അതും ഇൻവാലിഡ് ആണ്. അടുത്തത്, വാട്ട് ഈസ് ദ യൂസ് ഓഫ്, ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് കീവേഡ് കോൺസ്റ്റ്. കോൺസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡിന്റെ ഉപയോഗം എന്താണ്, ഗിവ് ആൻ എക്സാമ്പിൾ. ആ കോൺസ്റ്റ് എന്ന് പറഞ്ഞ കോൺസ്റ്റ് അപ്പൊ എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വേരിയബിൾ അല്ലെങ്കിൽ വാല്യൂനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെ യൂസ് ചെയ്യാം, കോൺസ്റ്റ് യൂസ് ചെയ്യാം. കോൺസ്റ്റന്റ് മീൻസ് ഒരിക്കലും ചേഞ്ച് ആവാത്ത വാല്യൂ. സോ const keyword is used to declare a constant. ഒരു കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ആരെ യൂസ് ചെയ്യുക, കോൺസ്റ്റ് യൂസ് ചെയ്യുക. വേരിയബിൾ വിച്ച് വിൽ നെവർ ചേഞ്ച് ഇറ്റ്സ് വാല്യൂ, അതിന്റെ വാല്യൂ എന്താവൂല, ഒരിക്കലും ചേഞ്ച് ആവൂല. എക്സാമ്പിൾ നോക്കിയേ, കോൺസ്റ്റ് എന്നുള്ള നമ്മളെ ഒരു സ്പെസിഫിക് കീവേഡ് കൊടുത്ത് ഫ്ലോട്ട് പൈ ഈസ് ഈക്വൽ ടു 3.14. പൈയുടെ വാല്യൂ നമ്മൾ 3.14 ആയിട്ട് പറഞ്ഞു കൊടുത്ത് ഇനി എന്ത് ചെയ്യൂല, ആ വാല്യൂ ഒരിക്കലും ചേഞ്ച് ആവൂല. അത് ഒരിക്കലും ചേഞ്ച് ആവാണ്ട് കോൺസ്റ്റന്റ് വാല്യൂസിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെ യൂസ് ചെയ്യാം, കോൺസ്റ്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ എന്ത് ചെയ്യാം, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പുറത്ത് എന്ത് ചെയ്യാം, കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അത്രയുള്ള ഈ ചാപ്റ്റർ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്, എല്ലാവർക്കും ഫുൾ മാർക്ക് ഇതിൽ നിന്ന് ഒപ്പിക്കണം. ഓക്കെ, സെറ്റ് അല്ലേ? ഓൾ ദി വെരി ബെസ്റ്റ്.